ഗൈസ്, നിങ്ങൾ കറ കളഞ്ഞ ഒരു സഖാവത്തിയെ കണ്ടിട്ടുണ്ടോ? സഖാവ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സഖാവത്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കേട്ടിട്ടില്ല, കേട്ട് നോക്കുന്നേ. തീർച്ചയായിട്ടും ഞാൻ ഒരു കറ കളഞ്ഞ ഒരു സഖാവ്യക്തിയാണ്. അതായത് സഖാവ് എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ആൾക്കാർ അതിനെക്കുറിച്ച് തോന്നുന്നു അത് ജാസി പറഞ്ഞ ശരിയാണ്. ജാസി ആൺകുട്ടിയാണ്. ജാസി തന്നെ പറയുന്നു ഞാനൊരു ആൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് സഖാവ് നിന്നും ആണിൽ നിന്നും പെണ്ണിലേക്ക് വന്നതുകൊണ്ടായിരിക്കും സഖാവത്തി എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ ഞാൻ പെണ്ണാണ് എന്ന് പറയണ്ട. രണ്ടാമത് പറഞ്ഞ ശരിയാ, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. അത് ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ റെഡ് സാരി. പിന്നെ ഈ കറുത്തത് എന്താണെന്ന് ചോദിച്ചാല് ഇത് പല പാർട്ടികൾക്കും ബ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്നത് റെഡ് സാരി, പിന്നെ കറുത്ത സാരി ഉടുത്തേക്കുന്നത് എനിക്ക് ചിലരോടൊക്കെ ഉള്ള പ്രതിഷേധമാണ്. എന്റെ ഒരു പ്രതിഷേധമാണ്. ഞാൻ എൽഡിഎഫിന് വേണ്ടിട്ട് എന്റെ റെഡ്, ബാക്കിയുള്ള പാർട്ടികൾ റെഡ്, ബാക്കിയുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ അഴിച്ചങ്ങ് കാണിക്കും. സാരിയാണോ? കേട്ടോ, ഈ സാരി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഈ പല്ലു നിങ്ങൾ ശ്രദ്ധിക്കണേ. അത്രയല്ല നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ പല്ലുവില് ചുറ്റിക അരിവൽ നക്ഷത്രം വിത്ത് മാംഗോ ആൻഡ് പിന്നെ ഒരു സൂര്യകാന്തി ഫ്ലവേഴ്സ് അങ്ങനെ ടെസൽസ് ഉണ്ടാക്കിയതാണ്. പല്ലു നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ധ്യാനിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ടോ ആ പല്ലുവിനകത്ത് ചുറ്റിക അരിവാൾ നക്ഷത്രം? ഞാൻ കുറച്ച് റിവാൻഡ് അടിച്ച് കുറച്ച് സൂം ചെയ്തൊക്കെ നോക്കി, ഞാൻ കണ്ടില്ല. ഇതില് കാണാൻ പറ്റും, നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കോളൂ. കണ്ടവര് താഴത്തെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതില് ഇതുണ്ട് കേട്ടോ, ചുറ്റിക അരിവാൾ നക്ഷത്രം. ഇത് സാരിയുടെ പരസ്യം, സാരിയുടെ ഇൻട്രൊഡക്ഷൻ തരുവാണോ അതോ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുവാണോ? കണ്ടവര് താഴത്തെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതില് ഇതുണ്ട് കേട്ടോ, ചുറ്റിക അരിവാൾ നക്ഷത്രം. നക്ഷത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞ് കാണാൻ പറ്റില്ല. നക്ഷത്രം കണ്ടവര് താഴത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. കണ്ടവര് താഴത്തെ കമന്റ് ചെയ്യാൻ ചുറ്റിക അരിവാൾ നക്ഷത്രം, നക്ഷത്രം തെളിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ. നക്ഷത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞ് കാണാൻ പറ്റില്ല. നക്ഷത്രം കണ്ട എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചു ആ സാരിയുടെ മുന്താണിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയെന്ന് വിചാരിച്ച്. അല്ല ഗൈസ്, പാർട്ടിയെ പ്രൊമോട്ട് ചെയ്തതാണ്. തെറ്റിദ്ധരിച്ചല്ലോ. അയ്യോ, അതെന്ത് ചോദ്യാണ്. ഒരുപാട് തൊട്ട് ആലോചിച്ചിട്ടുണ്ട്. സ്റ്റിൽ അന്ന് ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടിയുടെ കാര്യം. ആ സമയത്തൊക്കെ ഞാൻ സ്റ്റിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നോണ്ടിരുന്നിരുന്നു. ഒരു സിംഗിൾ പേരന്റ്സിന് കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അത് ഡ്രോപ്പ് ഔട്ട് ആയി പോയത്. പക്ഷെ ഇൻഷാ അല്ലാ ആ ഒരു സ്വപ്നം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു കുഞ്ഞിനെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നാൽ മതി, ഞാൻ വളർത്തിക്കോളാം. ആരുടെയെങ്കിലും കയ്യിൽ കുഞ്ഞുങ്ങൾ വേണ്ടാതെ ഉണ്ടെങ്കിൽ ജാസിയെ വിളിക്കുക, ജാസിക്ക് കൊടുത്തുവിടുക. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ജാസിയെ വിളിക്കുക, ജാസിക്ക് കൊടുത്തോളുക. എന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങള് ബുദ്ധിമുട്ടാവോ? ആവുന്നവരും ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാവരും ജാസിക്ക് ഫോൺ ചെയ്യുക, ജാസിക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തോളുക. ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് തടപ്രേ 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 അമ്മ, എനിക്കൊരു അമ്മയാവണം. അവരൊന്നുമില്ല. കുഞ്ഞ് ആണായാലും പെണ്ണായാലും ഒന്നും ഒരു കുഴപ്പമില്ല. ആണായാലും കുഴപ്പമില്ല, പെണ്ണായാലും കുഴപ്പമില്ല, എനിക്കൊരു കുഞ്ഞ് മതി. അല്ല, സിംഗിൾ പേരൻസിന് കൊടുക്കൂല എന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ കുഞ്ഞുങ്ങളെ ദത്ത് കൊടുക്കും, അങ്ങനെ ഒരു നിയമം ഉണ്ടോ? ഇല്ല എന്നാണ് എന്റെ ഒരു അറിവ്. എന്റെ മാല ശ്രീലക്ഷ്മിക്ക് ഞാൻ ഇടാൻ കൊടുത്തത്. എത്രയാന്ന് പറയുന്നതിന് മാല കച്ചവടമൊക്കെ തുടങ്ങിയാ? എന്റെ മാലയാണ് ഞാൻ ശ്രീലക്ഷ്മിക്ക് ഇടാൻ കൊടുത്തതെന്ന്. എന്താ ശ്രീലക്ഷ്മിക്ക് സ്വന്തമായിട്ട് മാല മേടിച്ചൂടെ? എന്റെ മാലയെ കൊടുക്കാൻ പറ്റത്തുള്ളോ? എന്നാലും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ കൊടുത്തു. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഞാനപ്പോ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീലക്ഷ്മിക്ക് കൊടുത്തു. ഇത് വൈറലായിരുന്നു. ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് 50 അങ്ങനത്തെ ഉള്ളൂ. ആ റേറ്റ് ഒക്കെ ഒരു, പക്ഷെ അല്ല 50,000 മുകളിൽ. അന്ന് ഞാനും അതാ ചിന്തിച്ചത്. ജാസി ചുമ്മാതല്ല മാല കൊടുത്തത്. 50 രൂപയുള്ളൂ ഗൈസ്, 50 രൂപ. 50 രൂപയ്ക്ക് ഇത്ര നല്ല മാല എവിടെ നിന്ന് മേടിച്ചോ എന്തോ. എനിക്കും മേടിക്കണമായിരുന്നു. എവിടെ നിന്നാണോ എന്താ കിട്ടിയത്? ജാസിയരോടൊന്ന് ചോദിക്കാം.
ആ റേറ്റ് ഒക്കെ ഒരു പക്ഷെ 50 എന്ന് പറഞ്ഞാൽ എല്ലാ 50,000 മുകളിൽ 50,000 അന്ന് കുറെ നശിപ്പിച്ചു. 50 അല്ല ഗൈസ്, 50,000 മുകളിൽ. ഞാൻ അങ്ങ് ആശിച്ചു പോയി. 50 രൂപയ്ക്ക് ഈ മാല എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കണ്ടുപിടിച്ച് മേടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ ഒരു ഇതിന് 2 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാവും. 2 ലക്ഷോ? സ്വർണ്ണമാണോ? സ്വർണ്ണം അല്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ 2 ലക്ഷം രൂപയോ? സ്വർണത്തിനൊക്കെ ഇപ്പൊ വില കൂടുതലല്ലേ. ഇതിനൊക്കെ ഒരു മാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം കൊടുക്കേണ്ടി വരുമായിരിക്കും. എന്നെ അല്ലേല് ജാസി അങ്ങ് മോഹിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഞാൻ ആ മാല കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ 50 രൂപയുള്ളെന്ന് പറഞ്ഞപ്പോ എനിക്കത് മേടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ പറയുക 2 ലക്ഷം രൂപയാവുമെന്ന്. നടക്കില്ല ഗൈസ്, പേടിക്കൊക്കെ നടക്കില്ല. പോട്ടെ, എന്നാലും വേണ്ടായിരുന്നു. 50,000 രൂപയുടെ മുതലാ മക്കളെ എന്റെ 50,000 അന്ന്, ഇന്ന് അതിന് വില കൂടും. പിന്നെ ഇടയ്ക്ക് പോയിട്ട് ഇത് ജസ്റ്റ് പോളിഷ് ചെയ്ത് ഇങ്ങനെ വെക്കാറുണ്ട്. ഇതിനിപ്പോ 50,000 രൂപയുടെ മുതല മക്കളെ. 50,000 അന്ന്, ഇന്നിപ്പോ അത്രയൊന്നല്ല. ആ സമയത്ത് വില 50 സംതിങ് രൂപ, 50,000 മുകളിലുണ്ട്. അപ്പൊ ഇന്ന് ഇതിന് എന്തായാലും ഈ കല്ലിന് അതിനെക്കാട്ടി കുറച്ച് എന്തായാലും 2 ലാഖിന് മുകളിൽ വരും. സത്യമായിട്ട് നുണ പറയില്ല. എനിക്ക് എങ്ങനെ ഒരു തള്ള്. ഞാൻ ആ മാല മേടിച്ചപ്പോ 50 രൂപയുള്ളായിരുന്നു. അല്ല, 50,000 മുകളിൽ അല്ല. അപ്പം ഫ്രണ്ട് പറയുന്നു ഇപ്പൊ ഇതൊരു 50,000 രൂപയുടെ മുതലാണ് ഗൈസ്. അപ്പോ അടുത്ത ആള് പറയുന്നു ഇല്ല, 50,000 അന്ന്, ഇപ്പൊ ഇത് 2 ലക്ഷത്തി മേളിൽ പോകും. 2 കോടിയെന്നൊന്നും പറയുന്നത് കാര്യമായിരിക്കും. തള്ള് തള്ള് തള്ള്. കുടിവെള്ളത്തിന്റെ കാര്യം, പല ഭാഗങ്ങളിലും കുടിവെള്ളമില്ല. അത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. പിന്നെ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിനെ കൊടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ജയിച്ചാൽ സുരേഷ് ഗോപി ചേട്ടനെ കൊടുന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ മോദിനെ കൊടുന്ന് കാണിച്ചു തരാം. ഇവരെ കണ്ടിട്ട് നമുക്ക് എന്താവാനാണ്? ഒന്നും ഉണ്ടാവാനില്ല. ഇവരെ കണ്ടിട്ട് നമ്മൾ ഞാനെന്താ വിചാരിച്ചാന്നറിയോ, ജാസി ഇലക്ഷൻ നിൽക്കുന്നെന്ന്. വീട് വെച്ച് കൊടുക്കുക, കുടിവെള്ളം കൊണ്ടുവരിക, കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുക. ഇതൊക്കെ കേട്ടപ്പോ ഞാൻ എന്താ വിചാരിച്ചത്, ജാസി പ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നുണ്ട്, അപ്പൊ വാഗ്ദാനങ്ങളായിരിക്കും, വാഗ്ദാനങ്ങൾ. പക്ഷെ പിന്നല്ലേ അറിഞ്ഞത് മമ്മൂട്ടി കൊണ്ടുവരിക, സുരേഷ് ഗോപി കൊണ്ടുവരിക, സുരേഷ് ഗോപി. കുടിവെള്ളത്തിന്റെ കാര്യം, പല ഭാഗങ്ങളിലും കുടിവെള്ളമില്ല. അത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. പിന്നെ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിനെ കൊടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ജയിച്ചാൽ സുരേഷ് ഗോപി ചേട്ടനെ കൊടുന്ന് കാണിച്ചു തരാം, മോദിനെ കൊടുന്ന് കാണിച്ചു തരാം. ഇവരെ കണ്ടിട്ട് നമുക്ക് എന്താവാനാണ്? ഒന്നും ഉണ്ടാവാനില്ല. മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവരെയൊക്കെ. സുരേഷ് ഗോപിയെയും മമ്മൂട്ടിയെയും നരേന്ദ്രമോദിജിയൊക്കെ ഞാൻ ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവരെയൊക്കെ കണ്ടു 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 മടുത്തു എന്ന് പറയാനായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങളാരും മടുത്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എനിക്ക് മമ്മൂട്ടി ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ജാസി വന്ന് പറയുന്നത് കണ്ടെന്ന്. അല്ലേലേ ജാസി ആദ്യം ഞാൻ വിചാരിച്ചു ജാസി ഇനിയിപ്പം ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ട്, ഇനി ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ സീറ്റ് കൊടുത്തോ എന്നൊക്കെയാണ് ഞാനങ്ങ് വിചാരിച്ചത്. പിന്നെ മുന്നോട്ട് വീഡിയോ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് അല്ല, ഇലക്ഷന് നിന്ന കാര്യം അല്ല പറയുന്നത്. അല്ലല്ല, ഞാനതല്ല വിചാരിക്കുന്നത്, ഈ ജാസി വെറുതെ പറഞ്ഞങ്ങ് മോഹിപ്പിക്കുക. എല്ലാത്തിനും അങ്ങ് ഒരു മാലയുടെ കാര്യം പറഞ്ഞ് മോഹിപ്പിച്ചു, ദേ ഇപ്പം ഇലക്ഷന്റെ കാര്യം പറഞ്ഞ് മോഹിപ്പിക്കുന്നു. എന്താ ജാസി ഇത്? ഞാൻ പണ്ട് ഭയങ്കര പാവായിരുന്നു. എന്റെ പല ഫ്രണ്ട്സുകളും പറയായിരുന്നു നിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വെള്ള ഇതൊക്കെ ചുറ്റി നിന്നെ നമുക്കൊരു രൂപക്കൂട്ടിൽ കയറ്റി വെക്കാം, നമുക്ക് എന്നിട്ട് ജാസിനെ നമുക്ക് വായിട്ടായിരുന്നു. അപ്പൊ എന്നെ കളിയാക്കി പറയുന്നതാണ് സത്യം. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ പണ്ട് ഒരു അടി കിട്ടിയാൽ ഞാൻ തിരിച്ച് വീണ്ടും ഒരു അടി കാരണം കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പണ്ട് എന്താണ് എന്തെങ്കിലും ആൾക്കാരെ പറഞ്ഞാൽ പിന്നെ അവരെ ആ സമയത്ത് മിണ്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഇവര് പറഞ്ഞത് ഒരു ഓർമ്മയേ ഉണ്ടാവില്ല. ഞാൻ വീണ്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കും, അവരെ ഇടപെടും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ജാസ് നീ കുറച്ച് സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ നീ ആരും ചെലവിനല്ല ജീവിക്കുന്നത്, നീ അധ്വാനിച്ച് നിന്റെ ഇതുകൊണ്ട് നീയാണ് ജീവിക്കുന്നത്, നിനക്ക് ഒരാളും കൊണ്ടു തരുന്നില്ല. അപ്പൊ നീ എന്തിനാണ് ഒരാളെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? നിനക്ക് നിന്റെ പാർട്ട്ണറിന് കാര്യങ്ങൾ നോക്കിയാൽ മതി, നീ വേറൊരാളെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ബോൾഡായി പോയത്. ഇപ്പൊ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇപ്പൊ ആരടാ എന്ന് ചോദിച്ചാൽ ഞാൻ ഡി എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. പണ്ട് ഭയങ്കര പാവമായിരുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ ഭയങ്കര ബോൾഡാണ്, ഞാൻ ഭയങ്കരിയാണ്, ഭയങ്കരി. ഞാൻ പണ്ട് വളരെ പാവമായിരുന്നു. ഒരു ചിളയ്ക്ക് അടിച്ചാൽ ഞാൻ അടുത്ത ചിളയും കൂടെ ഗാന്ധിജിയെ ഫോളോ ചെയ്യുമായിരുന്നു. ഗാന്ധിജിയുടെ അങ്ങനെയല്ലേ, ഒരു ചിളയ്ക്ക് അടിച്ചാൽ മറു ചിളയും കൂടെ കാണിച്ചു കൊടുക്കുക. പക്ഷെ ഇപ്പൊ ഒരു ചിളയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ 2 ചിളക്കിട്ട് കുത്തി കൊടുക്കും. എന്റെ പൊന്ന് ജാസി, നിങ്ങള് ജാസിയുടെ കൂടെ ആഷിയെ കണ്ടോ?
ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം എന്റെ പൊന്നാശി കുടിച്ചു നിർത്തി കോമ്പനടി കിട്ടും. ആരെയാ നോക്കുന്നതുണ്ടോ? എന്തിനാ എന്റെ ആശി? ജാസി ഇങ്ങനെ ചിരിച്ചു കഴിക്കുന്നുണ്ട്. എന്നെന്തായാലും ആഷിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും കൂപ്പിനിടി കിട്ടും. എന്തിനാണ് ഇങ്ങനെ അത് നോക്കുന്നത് കണ്ടോ? ഞാനൊന്നും പറയണ്ടല്ലോ, നോട്ടം കാണുമ്പോഴേ എല്ലാവർക്കും അറിയാലോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് എടുക്കുക. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതോ ആരെയും കളിയാക്കിയതോ ഒന്നുമല്ല. എനിക്ക് കുറച്ച് രസം തോന്നി. പാവം നമ്മുടെ ജാസി അല്ലേ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഒരു ചെള്ള അടിച്ചാൽ മറുചെള്ളയും കാണിച്ചു കൊടുക്കുക.